ഇന്ന് നമ്മൾ വരയും എഴുത്തും ഒക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഇന്ന് നീന്തൽ പഠിക്കാൻ പോവുകയാണ്. നീന്തൽ പഠിക്കുക എന്നത് ഒരു പേരാണ്. എന്നാൽ ആദ്യം അവനൊന്ന് വെള്ളമായിട്ട് ഒന്ന് പൊരുത്തപ്പെടണം. അതിൻ്റെ പേടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. മുമ്പെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് തീർത്തും പരാജയമായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ ഈ അടുത്താണ് പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ കുറേ സമയം അവനെ വെള്ളത്തിൽ കളിക്കാനൊക്കെ വിട്ടു. ആദ്യം പേടിയായിരുന്നു, ആ ഒരു സ്റ്റെപ്പിൽ തന്നെ ഇരിക്കാൻ തന്നെ. പിന്നീടത് ക്രമേണ താഴ്ന്ന് വരുന്നുണ്ട്. അവൻ്റെ പേടി മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ എപ്പോഴും നമ്മൾ കുറച്ചുകൂടി സാധാരണ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം സാധാരണ കുട്ടികൾക്ക് ഒരു 2ഓ 3ഓ അല്ലെങ്കിൽ ഒരു 5ഓ തവണ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം ഇവർക്ക് ചിലപ്പോൾ ഒരു 100 തവണ പറയേണ്ടി വരും. അപ്പോൾ അത് നല്ല ക്ഷമ വേണം നമുക്ക്. ഇത്തരം ഓട്ടിസം ഒക്കെ ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നല്ല ക്ഷമയും കാര്യങ്ങളാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണോ നമ്മളെ കൊണ്ട് എന്തൊക്കെയാണോ അവരെ ചെയ്യിപ്പിക്കാൻ പറ്റുക അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും നമുക്ക് വലിയൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വെള്ളത്തിൽ ആദ്യം ഒന്ന് പേടി മാറ്റണം. അപ്പോൾ തലയൊന്നും നനച്ചിട്ടില്ല. തലയും കൂടി നനച്ച് മൂക്കിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്കേ വരില്ല. വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുളമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഒന്ന് പേടിയില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ ഇതാ പിന്നീട് അരയോളം വെള്ളത്തിൽ നടക്കാനൊക്കെ തുടങ്ങി. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ നമ്മൾ കുറേ സമയത്തെ പരിശ്രമത്തിലൂടെ ഈ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നീന്തൽ പഠിപ്പിക്കാൻ ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കൈയും പിടിച്ച് കുളം മൊത്തത്തിൽ റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ നടന്നു വന്നു. അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അവന് കുറേയൊക്കെ ധൈര്യം വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി താഴോട്ടേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്നാലും കുറച്ച് പേടിയും കാര്യങ്ങളും ഉണ്ട്, ചെറിയൊരു പേടിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ പരമാവധി അവരെ ഭയപ്പെടുത്താതിരിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അവർക്ക് അതിൻ്റെ പേടി തീരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സക്സസ് ആവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് ശ്രമിക്കണം എന്ന് തന്നെയാണ് നമ്മളെ തീരുമാനം. അപ്പോൾ എഴുത്തും വരയും എല്ലാം ആയിട്ട് അവനെ ഒരു എന്താ പറയുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അവനെയും പരമാവധി കാര്യങ്ങൾ അവനെയും ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലേക്കാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകുന്ന വിശ്വാസത്തോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുൾ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, സന്തോഷ് NP മുഴപ്പിലങ്ങാട് എന്നടിച്ചാൽ കിട്ടും.